ഒരു സഭയുടെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാണെന്ന് പറഞ്ഞത്, വി നീഡ് ടു ഫ്ലൈ ടു ഹെവൻ ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫ്ലൈ ടു ഹെവൻ ഫ്ലൈയിങ് ലെസൺസ് ആർ ഗിവൺ ഹിയർ എന്ന്. നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോകണം. അവിടെ പറന്നു പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറന്നു പോകാനുള്ള ഫ്ലൈയിങ് ലെസൺസ് ഇവിടെ കൊടുക്കുന്നതാണെന്ന്. അതാണ് വാസ്തവത്തിൽ സഭ, സ്വർഗത്തിലേക്ക് മനുഷ്യനെ കയറ്റുന്നതായ സഭ. അതാണ് ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭയെ അതിനുവേണ്ടി ഒരുക്കണം, സ്വർഗത്തിന് വേണ്ടി ഒരുക്കണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. ഇനി അടുത്ത സെഷനിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമ്മൾ പറഞ്ഞു കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തികൾ ഒരുങ്ങണം, വിശുദ്ധിയിൽ ഒരുങ്ങണം, കുടുംബത്തെ ഒരുക്കണം, സഭയെ ഒരുക്കണം, സഭയെ വിശുദ്ധിയിൽ ഒരുക്കണം. എന്നാൽ അതേപോലെ തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കണം. കണ്ണെന്നറിയാമോ, കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അതുകൊണ്ട് കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ ജനങ്ങളുടെ അടുത്ത് ചെന്ന് യേശുവിനെ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് പ്രസംഗിച്ച് സുവിശേഷം അറിയിക്കണം. സഭയെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കണം, സഭയെ വിശുദ്ധിയിൽ ഒരുക്കണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. എന്നാൽ കർത്താവിൻ്റെ സഭയെ അതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഒരുക്കമാണ് നമ്മൾ പറഞ്ഞതല്ല. ഇൻറ്റേർണലി നമ്മളെ ശരിയായ ഉപദേശങ്ങളിൽ പഠിപ്പിക്കണം, എല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. ദൈവസഭയിലെ പല ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു, അതെല്ലാം ആവശ്യമാണ്. എന്നാൽ അതേപോലെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് നമ്മുടെ സഭയെ നമ്മൾ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കണം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതിൻ്റെ ഒരു കാരണം അതാ. കാരണം കൂടുതൽ ആളുകൾ കർത്താവിനെ അറിയണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ അന്ത്യകൽപ്പന തന്നെ എന്താ? സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിന് യാതൊരു രീതിയിലും ഒരു മുടക്കം വരുത്താനായിട്ട് പറ്റില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 18 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടാകും. കർത്താവ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നതാണ്, നിങ്ങൾ പുറപ്പെട്ട്, ഓൾ ദി അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ഗിവൺ അൺടു മീ, സോ യു ഗോ. എനിക്ക് അധികാരം, സകല സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട്, ഗോ യീ ദെയർഫോർ. യേശുക്രിസ്തുവിന്, ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കാൻ നമുക്ക് സമയമില്ല, യേശുക്രിസ്തുവിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് ഹി ഹാസ് റിസൺ ഫ്രം ദ ഡെഡ്. മരണത്തിൻ്റെ മേലുള്ള അധികാരമുണ്ട്, പാപത്തിൻ്റെ മേലുള്ള അധികാരമുണ്ട്, മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട്, വീണ്ടെടുക്കുവാനുള്ള അധികാരമുണ്ട്. സകല അധികാരവും യേശു കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഈ അധികാരം ഞാനിപ്പം നിങ്ങൾക്ക് തരിക. നമ്മൾ പോകുന്നത് നമ്മുടെ പേരിലല്ല, അധികാരം പ്രാപിച്ച യേശുവിൻ്റെ പേരിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോയി സുവിശേഷം പ്രസംഗിക്കുക, ഗോ ആൻഡ് പ്രീച്ച് ആൻഡ് ബാപ്റ്റൈസ് ദ പീപ്പിൾ ഹൂ ബിലീവ്. വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കുക. തന്നെയല്ല, സ്നാനമേൽപ്പിച്ച് അടുത്തത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ വി നീഡ് ടു പ്രീച്ച് ഔട്ട്സൈഡ്. നമ്മൾ പോയി പ്രസംഗിക്കുക. പോയി പ്രസംഗിച്ചാൽ ആളുകൾ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തി സഭയിൽ കൊണ്ടുവരിക. സഭയിൽ വന്നാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ടീച്ച് എവറിഥിങ് ദാറ്റ് ഐ ഹാവ് കമാൻഡഡ് യു. പ്രീച്ചിങ് ഔട്ട്സൈഡ്, ടീച്ചിങ് ഇൻസൈഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭയുടെ ഉത്തരവാദിത്തമാണ് എന്ത്? ജനങ്ങളെ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പഠിപ്പിച്ച് അത് പ്രമാണിക്കുവാൻ. ശിഷ്യൻ്റെ പ്രത്യേകത അതാണ്. വിശ്വാസി വിശ്വസിക്കുകയാണ്, പക്ഷേ ശിഷ്യൻ പ്രമാണിക്കുകയാണ്. പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. വി നീഡ് ടു പ്രീച്ച് ഔട്ട്സൈഡ്, അത് ഒന്നാമത്തെ കാര്യം. ആൻഡ് ടീച്ച് ഇൻസൈഡ്. കാരണം അകത്തു വന്നവരെയും അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കാനല്ല, അവരെ ശിഷ്യരാക്കണം. യേശുവിൻ്റെ സുവിശേഷം അനുസരിച്ച് വന്നവരെ അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നുമില്ല. പ്രത്യുത വീണ്ടും എന്തു വേണം? കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എല്ലാ സുവിശേഷങ്ങളിലും അത് പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിലും അത് തന്നെ. ഞാൻ വാക്യങ്ങൾ മാത്രം അങ്ങ് വായിക്കുകയാണ്. 16-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ
പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി, ഗോ, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അതിനുവേണ്ടി ജനങ്ങളെ ഒരുക്കണം. കർത്താവ് വരുന്നു. കർത്താവ് ഉയിർത്തെഴുന്നേറ്റ ശേഷം പറയുന്ന കാര്യങ്ങളാണിത്. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ്, ഞാനിപ്പോൾ പോയാൽ ഞാൻ വരും. വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തോ ചെയ്തോണം? ജനങ്ങളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കണം. ജനങ്ങളോട് സുവിശേഷം പറയണം, പോയി പ്രസംഗിക്കണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വരവിന് മുമ്പ് പ്രസംഗം നടക്കണം. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് കേട്ടിട്ട് 20-ാമത്തെ വാക്യത്തിൽ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അവരനുസരിച്ചു. അവരെല്ലായിടത്തും പ്രസംഗിച്ചു. ഇത് നമ്മുടെ സഭയിൽ നടക്കണം. നമ്മുടെ സഭയിലുള്ളവർ പോയി പ്രസംഗിക്കണം. ഗോ ആൻഡ് പ്രീച്ച്. നമ്മൾ പോയി പ്രസംഗിക്കണം. കാര്യം കർത്താവ് പറഞ്ഞു, ഞാൻ പോവുകയാ, പക്ഷെ ഞാൻ വരും. വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കണം. അവരോട് പോയി പ്രസംഗിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഇതേ വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 44 മുതലുള്ള വാക്യങ്ങളിൽ മൊത്തമായിട്ട് നിങ്ങൾ വായിക്കുക. 46 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. പോയി പ്രസംഗിക്കാൻ അങ്ങനെ എഴുതിയിരിക്കുകയാണ്. നമ്മൾ പോയി പ്രസംഗിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും അതുതന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറയാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നോ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപമോചനത്തിനുള്ള അവകാശം നമുക്കുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ പോയി പറഞ്ഞില്ലെങ്കിൽ അവരുടെ പാപം അവിടെ നിൽക്കും. അതുകൊണ്ട് ഉത്തരവാദിത്തമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മൾ പാരമ്പര്യ സഭകൾ പറയുന്നത് പോലെ പാപമോചനത്തിനുള്ള അധികാരം പുരോഹിതന്മാർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. എന്ത്? പോയി പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. നമ്മൾ പോയി പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് എന്ത് ചെയ്യണം? അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിൽ 40 നാളോളം യേശു അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് 8-ാം വാക്യത്തിൽ പെട്ടെന്ന് ഞാനങ്ങ് വായിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ഞാൻ ചിലപ്പം ആൾക്കാരോട് പറയുമ്പോഴത്തേക്ക് പറയാറുണ്ട്, ബ്രദറെ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, ഇപ്പം പോയി പരസ്യോധന പ്രസംഗിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ ബൈബിൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലെന്ന് പറയും. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന നല്ല കാര്യമാണ്, തിയോളജി പഠിക്കുന്നത് നല്ലതാണ്, ഞാനും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിൾ സ്കൂളിൽ പഠിക്കാത്തവനും സാക്ഷിയാകാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, എന്തിനുള്ള ശക്തി? ശക്തി 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 എന്ന് പറഞ്ഞ് കിടന്ന് തുള്ളാനുള്ള ശക്തിയൊന്നുമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷിയാകും. ഈ തുള്ളുന്ന ശക്തിയെക്കുറിച്ചും താഴെ വീഴുന്ന ശക്തിയും, ശക്തി തൊടുമ്പം നേരെ എടുത്തടിച്ച് താഴെ വീഴുക, ഛർദ്ദിക്കുക, അത് പിടിക്കുക, ഇതൊക്കെയാണല്ലോ ശക്തി എന്ന് നമ്മൾ പറയുന്നത്. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഛർദ്ദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. സാക്ഷിയാകാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അല്ലാതെ തള്ളി താഴെയിടുന്ന ശക്തിയല്ല. അതല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാക്ഷിയാകുവാനുള്ള ശക്തിയാണ്. യു ഷാൽ ബി മൈ വിറ്റ്നസസ്. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചാൽ നിങ്ങൾക്ക് സാക്ഷിയാകാൻ പറ്റും. നിങ്ങൾ തിയോളജി പഠിക്കുന്നത് നല്ലതൊക്കെയാണ്, പക്ഷെ പഠിച്ചില്ലെന്ന് പറഞ്ഞ് പേടിയൊക്കെ ഉള്ള കാര്യമില്ല. സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാ?
ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ സാക്ഷിയാകുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഒരിക്കലും ഡോക്ടർ വണ്ടി ഓടിച്ച് പോകുന്ന കൂട്ടത്തിൽ വഴിയിൽ ഒരു പട്ടി കിടക്കുന്നു. ഹോണൊക്കെ അടിച്ച് നോക്കിയിട്ട് ഹോൺ അടിച്ചിട്ടും പട്ടി മാറുന്നില്ല. ഇങ്ങേർക്ക് കരുണ തോന്നി. ഇങ്ങേര് പുറത്തിറങ്ങി ഈ പട്ടിയെ എടുത്ത് ബാക്ക് സീറ്റിലിട്ട് വീട്ടിൽ വന്നു. നോക്കിയപ്പോൾ അതിൻ്റെ കാലൊടിഞ്ഞ് കിടക്കുക. ഏതോ വണ്ടി കയറിയതാണ്. അവിടെ കൊണ്ടുപോയി ഈ ഡോക്ടർ ഈ പട്ടിയെ ട്രീറ്റ് ചെയ്ത് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പെരിയെ നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇതിനകത്തെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പട്ടി ഈ ഡോക്ടറുമായിട്ട് അങ്ങ് ഒത്തിരി അങ്ങ് അടുത്തു. ഡോക്ടർ പോയി പത്രമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അടുത്ത് ചെന്ന് ഇങ്ങനെ നിൽക്കും. ഡോക്ടർ ഇതിനെ തലോടും. അങ്ങനെ നല്ല ക്ലോസ് ആയി. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഡോക്ടർ എഴുന്നേറ്റ് പത്രം വായിക്കുമ്പോഴെല്ലാം പട്ടി അടുത്തുണ്ട്. ഭയങ്കര ക്ലോസ് ആയി. പക്ഷെ ഒരു ദിവസം ഡോക്ടർ എണീറ്റ് പത്രം വായിക്കാൻ നോക്കിയപ്പോൾ പട്ടിയെ കാണുന്നില്ല. ഡോക്ടർ ചിന്തിച്ചു, എവിടെ പോയി ഈ പട്ടി? എവിടെയെങ്കിലും പോയതായിരിക്കും, എന്തുവാ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ദൂരേന്ന് ഈ പട്ടി നടന്നു വരുന്നു. നോക്കിയപ്പം അതിൻ്റെ പുറകിൽ ഒരു പട്ടി ഞൊണ്ടി വരുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ പട്ടി പുറത്തു പോയി നോക്കിയപ്പോൾ ഒരു പട്ടിയുടെ കാലൊടിഞ്ഞ് കിടക്കുക. ഈ പട്ടി മറ്റേ പട്ടിയോട് പറഞ്ഞു, അയ്യോ സഹോദരാ, നിൻ്റെ കാലൊടിഞ്ഞു. കാലൊടിഞ്ഞു, കണ്ടില്ലേ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. സാരമില്ല, ഇതിനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനും ഒരിക്കൽ കാലൊടിഞ്ഞ് കിടന്നതാ, പക്ഷേ ആ ഡോക്ടർ എന്നെ ചികിത്സിച്ചു. അത് നീ കാശുകാരനായതുകൊണ്ടായിരിക്കും അയാൾ ചികിത്സിച്ചു. എനിക്ക് കാശൊന്നുമില്ല, അതുകൊണ്ട് എന്നെ ചികിത്സിക്കാനൊന്നും ഒരു ഡോക്ടറും വരത്തില്ല. അയ്യോ അങ്ങനല്ല, ഈ ഡോക്ടർക്ക് പൈസയൊന്നും കൊടുക്കണ്ട. എന്നാ ചോദിച്ചു, പൈസയൊന്നും കൊടുക്കണ്ടേ? വേണ്ട, ആ ഡോക്ടർ ഇത് ചെയ്യും. എത്ര നാളെടുക്കും? 3 ആഴ്ച കൊണ്ട് എൻ്റെ കാര്യം ശരിയായി. ഞാൻ വരുന്നില്ല. അതെന്താ? 3 ആഴ്ച പട്ടിണി കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നെ പറഞ്ഞു, നീ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. പിന്നെ എങ്ങനെ? നിനക്ക് കഴിക്കാനുള്ളതെല്ലാം ഡോക്ടർ തരും, നിന്നെ ചികിത്സിക്കുകയും ചെയ്യും, കഴിക്കാനുള്ളതും തരും. ആണോ? ഞാൻ അങ്ങനെയായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? നീ ഒരു കാര്യം ചെയ്യുക, ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഈ കാലൊടിഞ്ഞ് കിടക്കുന്ന പട്ടിയെ ഞൊണ്ടി അത് പുറകെ കൊണ്ടുവരിക. ഇതാ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ. സാക്ഷിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോളജി ഒന്നും പറയണ്ട. സാക്ഷിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരോട് പറയുക, അത്രയേ ഉള്ളൂ. അതാണ് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സാക്ഷിയാവുക. അത് ഈ പട്ടി ചെന്ന് കളിയാക്കിയൊന്നും ഇടപെടുകയൊന്നും അല്ലല്ലോ. കിടക്കുക കാലൊടിഞ്ഞേച്ച്, എടാ സൂക്ഷിച്ച് നടക്കണം എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. അവൻ ചെന്ന് പറയുന്നത്, ഞാനും ഇങ്ങനെ ആയിരുന്നു.